1 ലിറ്റർ കള്ള് ഷാപ്പിൽ കൂടെ വിൽക്കുന്നത് 140 രൂപയ്ക്ക് 1 ലിറ്റർ കള്ള്. അപ്പൊ 1 ലിറ്റർ കള്ളിന് 140 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ ഇത്രയും ഭീമമായ മുതൽ മുടക്കില് പശുവും പാൽ 1 ലിറ്റർ ഉത്പാദിപ്പിക്കുമ്പോൾ 45 രൂപ വരെ കിട്ടത്തക്ക രീതിയിലൊരു സംവിധാനം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് ബേബിച്ചേട്ടൻ എന്നാ പറയാനുള്ളത്? അതേക്കുറിച്ച് പറയാനുള്ളത് 45 അല്ല, 1 ലിറ്റർ പാല് കൊടുത്താൽ 34 രൂപയിലാണ് വില ആരംഭിക്കുന്നത്. 1 ലിറ്റർ പാല് 34 രൂപ എന്ന് പറഞ്ഞാൽ വില ഇല്ലാത്ത പാലാണ്, തീരെ മോശം പാലാണ്. DRC കുറഞ്ഞു കൊഴുപ്പില്ലാത്തത്. DRC അല്ല, റീഡിങ്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് DRC കൊഴുപ്പില്ലാത്ത DRC റബ്ബറാണ്. DRC എന്ന് പറഞ്ഞാൽ പാലിന് കൊഴുപ്പില്ലാത്ത പാലാണ്. ആ 34 രൂപയിൽ ആരംഭിച്ച് 44 രൂപയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. മാക്സിമം 44 കിട്ടുള്ളൂ. 44 കിട്ടുള്ളൂ. അതും സംഘങ്ങളുടെ ഒരു തട്ടിപ്പാ. അതിന് തെളിവ് ഞാൻ തരാം കേട്ടോ. അപ്പോൾ ഈ കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെത്ത് തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട്. നമ്മുടെ ഇവിടെ ചെത്ത് പനകള് വളരെ കുറവല്ലേ, ഇവിടെ യഥേഷ്ടം കള്ള് വിൽക്കാനുണ്ട്. അപ്പൊ ഇത് കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നു. ഇവിടെ പന ചെത്തുന്നേ ഇല്ല. ഒരു അന്വേഷണമോ ഈ കള്ള് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, ഇത് കൂട്ടുകള്ളാണോ, ഈ കള്ള യഥാർത്ഥ കള്ളാണോ എന്ന് ഇവിടെ പരിശോധിക്കുന്നില്ല. അതിന് വേറൊരു ഇവിടെ ഒരു കാരണവശാലും പരിശോധിക്കുന്നില്ല. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ പശുവിനെ കറന്ന് പാല് എടുക്കുന്നുണ്ട്. നിങ്ങൾ എന്നോട് 1 ലിറ്റർ പാല് വാങ്ങുക, എന്നിട്ട് കടയിൽ ചെന്ന് ഒരു പാക്കറ്റ് പാല്, വരവ് പാല് വാങ്ങുക. ഈ പാലിന്റെ ഇരട്ടി കൊഴുപ്പ് ആ പാലിനില്ല എങ്കിൽ കന്നുകാലിയെ മൊത്തം എനിക്ക് വെറുതെ തരാം. എങ്ങനെ ആ പാലിന് കൊഴുപ്പ് കൂടി? ചിന്തിക്കേണ്ട കാര്യം. അപ്പൊ അതിന്റെ അകത്ത് പഞ്ചസാര കൂട്ടുന്ന പഞ്ചസാരയല്ല. പിന്നെ മണ്ണിര ഇടുവോ? അതൊന്നും എനിക്കറിയില്ല. ആ പാല് കൃത്രിമ പാല് ഇവിടെ വേണി വെക്കുന്നുണ്ട്. പാലാണ് ഇവിടെ വരുന്ന മുഴുവൻ. അപ്പൊ ഈ കൃത്രിമ പാല് വെക്കുന്നത് കണ്ടുപിടിക്കാൻ ഒരു നടപടിയില്ല. അന്നേരം അതിന്റെ കമ്മീഷൻ പോകും.